തൃശ്ശൂർ സൂ പോവാൻ വേണ്ടി തൃശ്ശൂരെത്തിയപ്പോൾ ഞങ്ങൾ സഫയർ ഹോട്ടലിൽ കയറി. സഫയർ ഹോട്ടലിൽ ഞാൻ ജനിക്കുന്നതിൻ്റെ മുമ്പ് അമ്മയും അച്ഛനും ഭക്ഷണം കഴിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്തിരുന്നു. അവിടെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ സഫയർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. കൂടിയൊക്കെ അടിപൊളി കിടക്കുന്നത്. ബസ്സിൽ ഉറങ്ങി തൃശ്ശൂരെത്തി ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. എന്നിട്ട് നേരെ സൂക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അമ്മൊക്കെ വരും. നല്ല പത്തിരിയും ചിക്കൻ കറിയും അമ്മ ബിരിയാണിയൊക്കെയാണ്. ചിലർക്ക് കൊതിയാവുണ്ടാവില്ലേ? അവിടുത്തെ ഭക്ഷണം എനിക്ക് നല്ല ഇഷ്ടമായി. പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. അമ്മ ബിരിയാണിയാണ് കഴിച്ചത്. എനിക്കത് മുന്നിലെത്തിയപ്പോഴേ കഴിക്കാൻ കൊതിയായി. അപ്പൊ നേരെ സൂവിക്കാണ് പോണത്. അവിടെ മയിലും തത്തയും കുറേ മൃഗങ്ങളും പിന്നെ സിംഹവും ഹിപ്പോപ്പൊട്ടാമസും പുലിയും കടുവയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പരുന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കടുവ എണീറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യം പേടിയായി. അത് നല്ല വലിയ കടുവായിരുന്നു. പിന്നെ മുള്ളംപന്നീൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് നേരെ ചെന്നായൻ്റെ അടുത്തേക്കാണ് പോയത്. പിന്നെ കുറേ മരങ്ങൾ കണ്ടു. മാവുണ്ടായിരുന്നു, പ്ലാവുണ്ടായിരുന്നു, തെങ്ങ്, തേക്ക്, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു, മരങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ പക്ഷികളെയും കുറേ മൃഗങ്ങളെയും കണ്ടു. പിന്നെയാണ് മഴമരം എന്നിട്ടൊരു മരം കണ്ടത്. അതെന്ത് മരമായിരുന്നു എന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ 2-3 പീരങ്കികളൊക്കെ കണ്ടു. പിന്നെ അവിടെ പുള്ളിമാനുണ്ടായിരുന്നു. എനിക്ക് മാനിനെ നല്ല ഇഷ്ടമായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പേടിയായൊരു വലിയ കടുവ ഉണ്ടായിരുന്നുവെന്ന്. ഇതാണ് ആ കടുവ. ആദ്യം എണീറ്റിരുന്നു. പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ അത് ഉറങ്ങി. പിന്നെ ഒരു വലിയ സിംഹം ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നിൽ കുറച്ച് ഇറച്ചികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വേറൊരു കടുവ ഉണ്ടായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം നടക്കണുള്ളൂ. പിന്നെ അതാ നമ്മുടെ ചീറ്റപ്പുലി. പിന്നെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ പുഴയിൽ ഒരു മുതലുണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ ചെറുതായിട്ട് മഴ പെയ്യപ്പോൾ കുട പിടിച്ച് നടന്നു. പിന്നെ ഒരു വലിയ പാമ്പിനെ കണ്ടു.
പിന്നെ വേറെ കുറേ പാമ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആ ഷെൽഫിൻ്റെ അവിടെയൊക്കെ തൊട്ടോക്കി. ചില പാമ്പ് ചട്ടികളുടെ അടിയിലും പുറകിലും ചെടിച്ചട്ടീൻ്റെ ഉള്ളിലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരാളെ കാണാൻ മറന്നു. നമ്മുടെ മയില് അത് മോളിൽ ഒളിച്ചിരിക്കുന്നു. ഞങ്ങൾ കുറേ മുന്നിലേക്ക് പോയപ്പോഴാണ് മയിലിൻ്റെ ശബ്ദം കേട്ടത്. പിന്നെ ചീങ്കണ്ണി ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ചീങ്കണ്ണിനെ കണ്ടപ്പോൾ മുതലേ വിചാരിച്ചു. പിന്നെയാണ് അമ്മ പറഞ്ഞത് ചീങ്കണ്ണിയാണ്. പിന്നെ ഞങ്ങൾ പാർക്കിൽ പോയി. അവിടെ ആദ്യം ഞാൻ കയറിയത് സ്ലൈഡാ. നല്ല രസമുണ്ടായിരുന്നു. ചെരുപ്പ് ഊരിയപ്പോൾ കാലിൽ കല്ല് കുത്തുവോന്നൊരു സംശയം. സ്ലൈഡ് കയറി കഴിഞ്ഞപ്പോൾ ഒരു ക്ലൈംബർ പോലത്തെ സാധനത്തിൽ കയറി. അതിൽ ഞാൻ ആദ്യം വീഴാൻ പോവോ വിചാരിച്ചു. പിന്നെ മുകളിലെത്തിയപ്പോൾ എനിക്ക് ആശ്വാസമായി. പിന്നെ ഞാൻ വീണ്ടും ഏതൊക്കെയോ സ്ലൈഡ് കയറി. ഒരു ചുറ്റിന സ്ലൈഡ് ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതൊക്കെ കുഞ്ഞു കുട്ടികളുടെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഊഞ്ഞാലിൽ കയറി. പിന്നെ ഒരു സ്പ്രിങ്ങിൽ കയറി. പിന്നെ ഞങ്ങൾ സാവധാനം അവിടെ നിന്ന് പുറപ്പെട്ടു. വീണ്ടും കണ്ടു അവിടെ കുറേ മരങ്ങൾ. അതിൻ്റെ താഴെയൊക്കെ ഞാൻ തൊട്ടോക്കി. ഞങ്ങളുടെ EVS പാഠത്തിലുണ്ട് മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും മൃഗങ്ങളുടെ അനുകൂലനത്തെക്കുറിച്ചും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് സാവധാനം പുറപ്പെട്ടു. പിന്നെ പുറത്തെത്തിയപ്പോൾ ഒരു ഉപ്പിലിട്ട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട ഉണ്ടായിരുന്നു. അവിടുന്ന് എനിക്കമ്മ ഒരു മാങ്ങ വാങ്ങിച്ചു തന്നു. പിന്നെ അരുന്നെല്ലിക്ക വാങ്ങി. ആ ആൻറ്റീനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ പോന്നു. പിന്നെ ബസ് കയറി. എനിക്ക് KSRTC നല്ല ഇഷ്ടമാണ്. KSRTCയിലായിരുന്നു കയറിയത്. എനിക്ക് അറ്റത്തിരിക്കാനും നല്ല ഇഷ്ടമാണ്. ബസ് കയറുമ്പോഴേക്കും ഞാൻ അരുന്നെല്ലിക്കൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ സൈഡിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം.